ഫ്രണ്ട്സ്, മഹാരാഷ്ട്ര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അജന്ത കേവാണ്. അജന്തയിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടുന്ന് ഒന്നെങ്കിൽ ഷെയർ ടാക്സി കിട്ടും, അല്ലെങ്കിൽ ഓട്ടോ കിട്ടും. ചീപ്പ് റേറ്റാണ്, 50 റുപ്പീസ്. അതിന് നമുക്ക് ബസ് സ്റ്റാൻഡ് ഇറങ്ങാൻ പറ്റും. നമുക്ക് നോക്കാം. ഔറംഗാബാദിൽ നിന്ന് 50 രൂപ പോയിൻ്റാണ് ബസ് സ്റ്റാൻഡിലേക്ക്. അവിടുന്ന് അജന്ത കേവിലേക്ക് ബസ് കിട്ടുന്നതാണ്. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് എത്തേണ്ടത് സെൻട്രൽ ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്നാണ് ബസ്, അജന്ത കേവിലേക്കുള്ള ബസ്. എന്തൊക്കെയുള്ള ബസ് 200 ആണ്. നമുക്ക് ടാക്സി കിട്ടി. ടാക്സി അവർ 400-450 ഒക്കെ പറഞ്ഞു, പക്ഷേ നമ്മൾ 300 സെറ്റാക്കി. ഈ വണ്ടിയാണ് ഈക്കോ. അധികം ട്രാഫിക് ഒന്നും ഇല്ലാത്ത സിറ്റിയാണ്, അതുകൊണ്ട് സിഗ്നൽസ് ഒക്കെ കുറവാണ്. ഔറംഗാബാദ് അറിയപ്പെടുന്നത് സിറ്റി ഓഫ് ഗേറ്റ്സ് എന്നാണ്. എവിടെ നോക്കിയാലും ഇതേപോലെ വലിയ കവാടങ്ങൾ കാണാൻ പറ്റും, ഗേറ്റ്സ് കാണാൻ പറ്റും. അതാണ് ഔറംഗാബാദിൻ്റെ പ്രത്യേകത. നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ പോകാനുണ്ട്. നമുക്ക് പോകുന്ന വഴി ഇങ്ങനെ ചെറിയ ചെറിയ മൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റും. സിറ്റി വിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം നമ്മൾ എത്തിയിരിക്കുകയാണ്. 5 മിനിറ്റ് ഡ്രൈവും കൂടെ ഉള്ളെന്നാണ് ഡ്രൈവർ പറയുന്നത്. നമ്മൾ എത്തിയിരിക്കുകയാണ് അജന്ത. യൂണിറ്റി ചാർജസ് എന്ന് പറഞ്ഞ് 15 രൂപ പെർ പേഴ്സൺ മേടിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. ആണ് ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് പെർ പേഴ്സൺ 20 റുപ്പീസ്. ബസ് ടിക്കറ്റ് വൺ സൈഡ് 25 റുപ്പീസ് ആണ് പെർ പേഴ്സൺ. AC ബസ്സാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട്. ചുറ്റും പ്രോപ്പർ ജംഗിളാണ്. വൈൽഡ് ആനിമൽസ് ഒക്കെ എന്തായാലും കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അജന്ത കേവിൻ്റെ എൻട്രൻസ് എത്തിയിരിക്കുകയാണ് ബസ്സിൽ. ഈ സ്കാനർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടുന്നതാണ് അജന്ത കേവിൻ്റെ ഫുൾ മാപ്പ് ഉണ്ട് ഇവിടെ. വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. ഷെയർ ഡോളിക്ക് 2000, പോർട്ടർ ചാർജ് 500. അങ്ങനെയാണ്. ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എക്സ്പ്ലോറിങ് അജന്ത കേവ്. ടിക്കറ്റ് റേറ്റ് 40 റുപ്പീസ് പെർ പേഴ്സൺ. ഇവിടുന്ന് കേവിൻ്റെ ഫസ്റ്റ് വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ഗൈഡിനെ എടുക്കണമെങ്കിൽ എടുക്കാം. നമ്മൾ ഗൈഡിനൊന്നും എടുത്തിട്ടില്ല. വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കില്ല. മാക്സിമം വീക്ക് ഡേയ്സ് വരാൻ നോക്കുക. കേവ് 1 ആണ്.
കേവ് 1ൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക. കേവ് നമ്പർ 2. അകത്ത് ഫുള്ള് കൊത്തുപണികളും പിന്നെ ഫുൾ പെയിൻറ്റിങ്സ് ആണ്. കുറേ പെയിൻറ്റിങ്സൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. വീഡിയോ അലൗഡ് അല്ല. മാക്സിമം ഫോട്ടോസ് എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ. വീഡിയോ അലൗഡ് അല്ല, പിന്നെ മാക്സിമം ഫോട്ടോസ് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കും. ചില കേവുകളിൽ മാത്രമേ വീഡിയോ അലൗഡ് അല്ലാതെ ഉള്ളൂ. കേവ് 3ൻ്റെ മേളിലാന്ന് തോന്നുന്നു, ക്ലോസ്ഡ് ആണ്. കേവ് നമ്പർ 4. വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് മാക്സിമം ഫോട്ടോസ് എടുത്തിട്ട് വ്ളോഗിൻ്റെ കൂടെ ഇടാം. നിങ്ങൾ നോക്ക് കേട്ടോ. ഇതിൻ്റെ അകത്തെ ചെറിയ സൗണ്ട് പോലും നമുക്ക് ഭയങ്കര എക്കോ ആയിട്ട് ഫീൽ ചെയ്യും. ഫുൾ സൈലൻ്റ് ആണെങ്കിൽ ഏകദേശം എല്ലായിടവും മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഹാളുകളുണ്ട്, ചെറിയ കേവ്സ് ഉണ്ട്. ഇപ്പം മെഡിറ്റേറ്റ് ചെയ്യുന്ന പല പല സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേവിൻ്റെ ഉള്ളിൽ. 5000 വർഷം പഴക്കമുണ്ടെന്ന് പറയുമ്പം ഒരു സംഭവം തന്നെയാണ് ഇത്. ഇത് പിന്നെ ഇന്ത്യക്കാർ പോലും അല്ല കണ്ടുപിടിച്ചത്, ബ്രിട്ടീഷുകാരാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ കേവ്. കേവ് നമ്പർ 4 എത്തിയിരിക്കുകയാണ്. ബുദ്ധവിഗ്രഹമാണ് ഇത്. ഇതിൻ്റെ ടോപ്പിലേക്ക് പോകുമ്പം വേറൊരു ബുദ്ധൻ്റെ ഇതും കൂടെ കാണാൻ പറ്റും. അയ്യായിരം വർഷം പഴക്കമുണ്ട്. ആ ടൈമിലെ ആർട്ട് വർക്ക് എന്നൊക്കെ പറയുമ്പം ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫുൾ കേവിൻ്റെ വ്യൂ. കേവ് നമ്പർ 4 ആണ് ഇത്. മുകളിലത്തെ ഭാഗം. കേവ് നമ്പർ 4ലെ മുകളിലത്തെ ബാൽക്കണി വ്യൂ ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പെയിൻറ്റിങ്സൊക്കെ കത്തിപ്പോകാൻ ചാൻസ് ഈ പുല്ല് കിളുത്ത എല്ലായിടത്തും പുല്ല് കിളുത്ത് നിന്നിട്ട് അതിൻ്റെ അകത്തൊക്കെ തീ പടർന്ന് കയറി ഫോറസ്റ്റ് ഫയർ വന്നിട്ടായിരിക്കും ഫുള്ള് പെയിൻറ്റിങ്സൊക്കെ കത്തിപ്പോകാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കേവിൻ്റെ അകത്തൊക്കെ മെയിൻ്റെനൻസ് വർക്കൊക്കെ നടക്കുന്നുണ്ട്. ചെറിയ ചോർച്ചയുടെയൊക്കെ മെയിൻ്റെനൻസ് വർക്കാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചില കേവിലൊന്നും അലൗഡ് അല്ല. നമ്മളങ്ങനെ കേവ് നമ്പർ 10 എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. ഇതിൻ്റെ അകത്തും ചെറിയ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് തന്നെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് ക്രൗഡില്ലാത്ത ടൈമിൽ വരുവാണെങ്കിൽ മെഡിറ്റേറ്റൊക്കെ ചെയ്തിട്ട്
പോകാൻ പറ്റിയ കുറേ ഗുഹകളൊക്കെ ഉണ്ട്. കേവ് നമ്പർ 15. हाथी से जो മിക്ക കേവിൻ്റെയും ബാൽക്കണിയിൽ നിന്ന് നമുക്ക് ഫുൾ കേവിൻ്റെ വ്യൂ കിട്ടും. പിന്നെ ഇവിടെ ചെറിയ അരുവികളൊക്കെ ഉണ്ട്, കുളിക്കണമെങ്കിൽ കുളിക്കാൻ പറ്റും. മുകളിലൊരു വാട്ടർഫോൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഈ പെയിൻറ്റിങ്സൊക്കെ കത്തിപ്പോയതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കേവ് നമ്പർ 18 ആണ്. ഇതിൻ്റെ അകത്ത് ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അധികം തീ പിടിക്കാത്ത. നമ്മളങ്ങനെ കേവ് നമ്പർ 19 എത്തിയിരിക്കുകയാണ്. ഓരോ കേവും കാണാൻ മാത്രമുണ്ട്. പിന്നെ നിങ്ങൾ ഷൂസ് ഇട്ടിട്ട് വരരുത്. എല്ലാ കേവിലും ഷൂസ് ഊരിയിട്ട് കയറേണ്ടി വരും. അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക, നടക്കുക. ചെരുപ്പിട്ടുകൊണ്ട് വരുവാണെങ്കിൽ ഓക്കെ ആയിരിക്കും. ഓരോ കേവ്സും വെറുതെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. 5000 വർഷം പഴക്കം. കേവ് നമ്പർ 21. കേവ് 21 ഫോട്ടോസാണ് ഇപ്പം കാണുന്നത്. ഓരോ കേവിനും ഓരോ പ്രത്യേകതയുണ്ട്. ഈ 21 കേവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓരോ തൂണിൽ കൊട്ടുമ്പോഴും സരിഗമ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കേവ് നമ്പർ 23. സോറി, താഴെയാണ് 23. കേവ് നമ്പർ 23. ചില സ്ഥലങ്ങളിലൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. ഫോട്ടോ അലൗഡാണ്, ഫ്ലാഷ് ഇടാതെ എടുത്താൽ മതി. ചില കേവ്സിൽ വീഡിയോ എടുക്കാം. മഴ പെയ്തു. കേവ് നമ്പർ 24. ഇതൊരു സംഭവം തന്നെ.
ഡീറ്റെയിലിങ്. കേവ് നമ്പർ 26 ലാസ്റ്റ് കേവാണ്. ലാസ്റ്റ് കേവിൻ്റെ ഫുൾ വ്യൂ ആണിത്. നമുക്ക് ഇവിടുത്തെ ലോക്കൽ ഫ്രണ്ട്സിനെ കിട്ടിയിരിക്കുകയാണ്. आपका नाम क्या है भैया? अतुल कराड़े. अतुल. आपका? शंकर कहाते. ശങ്കർ. അച്ഛാ, ഒരു വരുന്ന വഴിക്ക് നമുക്ക് കിട്ടിയതാണ്. ചുമ്മാ സംസാരിച്ച് കോമഡിയൊക്കെ പറഞ്ഞങ്ങ് പോവുക. ഇവിടെ പിന്നെ എല്ലായിടത്തും വെള്ളം കുടിക്കാൻ കിട്ടും. അതെന്തായാലും ഒരു നൈസ് പരിപാടിയാണ്. ഇവിടെ നിന്നൊരു വാട്ടർഫോൾ ഉണ്ട്, അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. വാട്ടർഫോൾ में पानी है ब्रो? ഓക്കെ, അപ്പോൾ നമുക്ക് വാട്ടർഫോളിലേക്ക് പോവാം. ഫുള്ള് കുരങ്ങന്മാരാ. വാട്ടർഫോൾ ഇങ്ങനെ ഫുള്ള് സ്റ്റെപ്സാണ്. വൺ സൈഡ് 5 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി വാട്ടർഫോൾ. യെസ്, നമ്മളങ്ങനെ വാട്ടർഫോൾ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. ഒരാളിരിപ്പുണ്ട്. അജന്ത വ്യൂ. ഏറ്റവും ടോപ്പിൽ വാട്ടർഫോൾ പോയിൻ്റ് ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫുൾ അജന്ത കേവിൻ്റെ ഫുൾ വ്യൂ കിട്ടും. ബാക്ക് ടു ബസ് സ്റ്റാൻഡിലേക്കാണ് നമുക്ക് പോകേണ്ടത്. 5 മിനിറ്റ്സ് താഴെത്താൻ. ഫുൾ പ്ലാസ്റ്റിക്കാണ്. ഇങ്ങനെ വരുന്നവർ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടാതിരിക്കുക. മാക്സിമം ക്ലീനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക. കണ്ടോ, ഫുൾ പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ 26 കേവ്സും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. മഹാരാഷ്ട്ര വരുവാണെങ്കിൽ എന്തായാലും നിങ്ങളിവിടെ വരിക. പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ ഈ സ്ഥലം ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടുന്ന് തീരുകയാണ്. അപ്പം മഹാരാഷ്ട്ര നെക്സ്റ്റ് എപ്പിസോഡ് അടുത്ത ദിവസം ഉണ്ടാകുന്നതാണ്. ഓക്കെ, താങ്ക് യു.